ഇത് കണ്ടെയ്നർ റോഡാണ്. അവിടെ നെയിം ബോർഡൊക്കെ മാറ്റുന്നുണ്ട്. നെയിം ബോർഡല്ല, സ്ഥലപ്പേര്. അതെ, നെയിം ബോർഡല്ല, അവിടെ വർക്കുകളൊക്കെയാണ്. ഒരു 6 മണിയായിട്ടുണ്ടാവണം. നമ്മൾ പതിയെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. വണ്ടി തിരക്കാണ്ട, പോരാത്തതിന് പാലങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൈഡ് നടത്തിയിട്ട് വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും 2 കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ പോകുന്ന റൂട്ടും അത്യാവശ്യം നല്ല ഡേഞ്ചറസ് റൂട്ട് തന്നെയാണ്. ലോറിയും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നല്ല സ്പീഡിൽ പോകുന്ന റൂട്ടാണ്. അപ്പം വളരെ സ്ലോയിൽ ഒരു സൈഡ് കൂടി ഒതുക്കി പോകുന്നു. കുപ്പിച്ചില്ലേ റോഡ് മുഴുവൻ കുപ്പിച്ചില്ലൊക്കെ. അതാണ് നമ്മുടെ റൈഡിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. കയറിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ആണോ, ഈ നമ്മുടെ റൈഡിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വിഷയമാണ് ഇപ്പോൾ ഈ റോഡ് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, നിറയെ വേസ്റ്റാണ്. കണ്ണൂർ റോഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് റോഡ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അല്ല, നോക്കിക്കോളൂ, ഇതൊക്കെ പുല്ല് വെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീ പിടിപ്പിച്ചാൽ എല്ലാം കൂടി കത്തും, അത്രേ ഉള്ളൂ. അത്യാവശ്യം ഇറക്കം കിട്ടി. നമ്മൾ 200 കിലോമീറ്റർ പകലും രാത്രിയും കൂടിയാണ് സഞ്ചരിച്ചത്. വെളുപ്പിന് പോയിട്ട് നമ്മൾ തിരിച്ചൊരു 12 മണിയായപ്പോഴാണ് തിരിച്ചെത്തിയത്. എല്ലാവരും നമ്മൾ അറിയാം. പരിധി വിട്ടൊന്നും ഓടിക്കുന്നുള്ളൂ. അപ്പം ഇതിൽ പല ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ കിട്ടണില്ല വീഡിയോ. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ. എല്ലാ കാര്യം നമ്മളുടെ ടയർ ഈ പറഞ്ഞ പോലെ നല്ല 4 രൂപ അല്ല, അത് വേസ്റ്റ് വരും. അല്ല, നോക്കൂ, അതും കൂടി ഈ കൂട്ടത്തിലങ്ങ് കാണിച്ചേക്കാലം എന്ന് എഴുതിയിട്ടുണ്ടോ. ഇത് അറ്റം വരെ ഉണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ ഈ റോഡുണ്ടോ അത്ര നീളത്തിൽ. അങ്ങോട്ട് പോകുന്നതോറും വേസ്റ്റ് കൂടുതലാണ്. പിന്നെ പോരാത്തതിന് തുപ്പൽ, ബംഗാളിയുടെ വക ചുമന്ന തുപ്പൽ, മലയാളിയുടെ വക വെള്ളത്തുപ്പൽ. ഇങ്ങനെ റോഡ് മുഴുവൻ. ഇപ്പോൾ മാസ്ക് വയ്ക്കാതെ പോകാൻ ഭയങ്കര മടിയാണ്. എന്നാലും നമ്മൾ സംസാരിക്കാൻ മാസ്ക് മാറ്റേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രം മാസ്ക് മാറ്റിയേക്കുന്നു. അപ്പം മാസ്ക് വയ്ക്കാതെ യാത്ര ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ ബംഗാളിയുടെ തുപ്പലും മലയാളിയുടെ തുപ്പലും ഒക്കെ ഉണങ്ങി പൊടിഞ്ഞ് അത് പാറുന്നുണ്ട് ഈ വണ്ടികൾ പോകുമ്പോൾ. ആ സാധനമാണ് നിങ്ങൾ വായിലേക്കും മൂക്കിലേക്കും കണ്ണിലേക്കൊക്കെ എടുക്കണം കേട്ടോ. അതൊരു ഫോൾട്ടായിട്ട് പറയുന്നതാണ്. അതായത് നിങ്ങളത് ശ്വസിച്ച് വായിലേക്കൊക്കെ എടുത്ത് ബംഗാളിയുടെ തുപ്പലൊക്കെ തിന്നാൻ പോകുന്നതെന്ന് പറയുന്നത് ചീപ്പാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, തുപ്പലിൻ്റെ എണ്ണം കൂടി. ഓരോ 10 മീറ്റർ ഗ്യാപ്പിലും തുപ്പലുകളൊക്കെ കാണാൻ പറ്റും. ബംഗാളി തുപ്പൽ നിരത്തി പിടിച്ചിട്ടുണ്ട് സിറ്റികളിൽ. ഗ്രാമപ്രദേശം മാത്രമേ ഇല്ലാത്തുള്ളൂ, അത് അവരില്ലാത്തതുകൊണ്ട് അവിടെ. സിറ്റികളിൽ ഇവിടെയൊക്കെ നമ്മൾ കാണിക്കാണ്ടാണ്. ചുമന്ന റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ചുമന്ന കളറിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ബംഗാളി ശ്രദ്ധിച്ചിട്ടിരിക്കാം. ചുമന്ന ഇവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കാണിക്കാൻ നിന്ന് നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ഒരു ഫോൾട്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുപ്പക്കോളാമ്പിയിലാണ് ജീവിക്കണതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി വന്നിട്ടില്ല. നമ്മൾ ജീവിക്കുന്നത് തുപ്പക്കോളാമ്പിയിലാണ് അല്ലേ? മറ്റുള്ളവരെ തുപ്പക്കോളാമ്പിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാളിയും മലയാളിയും കൂടി തുപ്പി മത്സരിച്ച ഒരു റോട്ടിൽ കൂടിയാണ്. സകല സ്ഥലത്തും സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു വസ്തു നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. എന്തുകൊണ്ടില്ല നമുക്ക് മനസ്സിലാവണില്ല. സത്യം മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കാനുള്ള ചിന്ത ഇവിടെ ഇല്ല. ഞാൻ മാത്രം, അത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടെയ്നർ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണിച്ചിരുന്നല്ല സ്ഥിരമായി. അപ്പോൾ അതൊരു വിഷയമാണ് തുപ്പൽ, പിന്നെ വേസ്റ്റ്. ഇത് രണ്ടുമായിരുന്നു. വേസ്റ്റാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷയം. തുപ്പലൊക്കെ ഇനി വരാൻ കിടക്കണുള്ളൂ. അപ്പോൾ സകല സ്ഥലത്തും വേസ്റ്റാണ്, പറയാതിരിക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഈ തുപ്പൽ കൂടിയുള്ളത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കൊരു ഇതുണ്ടാവും, അറക്കുളവാക്കുന്ന രീതിയിൽ. പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് ഇതാണ്. തുപ്പക്കോളാമ്പില ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. പുതിയ പിള്ളേരോട് നമുക്ക് പറയാം, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഇട്ട് വലിയ സ്റ്റൈലിനൊന്നും നടന്നിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് നോക്കും. തുപ്പക്കോളാമ്പിയും ഇതുപോലുള്ള വേസ്റ്റ് കൂന ഒക്കെ വേസ്റ്റാണ്ടായി. ഇതൊന്നല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നതോളം ഇതിൻ്റെ ഇരട്ടി വേസ്റ്റാണ്. നല്ല മനോഹരമായ റോഡായിരുന്നു. ഞങ്ങൾ ഒരു 10-15 വർഷം മുമ്പ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല മനോഹരമായ റോഡായിരുന്നു. അപ്പോൾ ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടി ഉണ്ടാക്കി വലിച്ചൊരു സ്ഥലമായിരുന്നു. റോഡിന് കുഴപ്പമില്ല, കരിയേ വളരെ മോശമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമ്മൾ എന്താ പറയുക, നമ്മളീ പറഞ്ഞ ബ്രാൻഡഡ് വസ്ത്രങ്ങളൊന്നും ഇട്ടിട്ടൊന്നും വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ഇട്ട് വലിയ കാറിലോ ഇതിലൊന്നും സഞ്ചരിച്ചുകൊണ്ടോ വലിയ പുള്ളിയാണെന്ന് പറയുന്നതിലോ ഒരു അർത്ഥമില്ല കേട്ടോ സത്യത്തിൽ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താ പറയുക, ഈ വേസ്റ്റും തുപ്പക്കോളാമ്പി തുപ്പക്കോളാമ്പിയും കുപ്പത്തൊട്ടി. അത് കൊള്ളാം. ഈ റോട്ടിലാണ് ഈ ഒരു പബ്ലിക് പ്ലേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാവണ്ട? നമ്മൾ അത്രയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടോ എത്ര എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ പോയി അണിഞ്ഞൊരുങ്ങിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് പുറത്തേക്ക് തൊട്ടടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഇസ്താംബൂള്, തുർക്കി, എന്താ പറയുക, അത്തരം ചെറുകിട രാജ്യങ്ങൾ കേട്ടോ, വൻതോതിൽ വികസിച്ചു എന്ന് പറയാത്ത ചെറുകിട രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള തുപ്പലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേസ്റ്റുകളോ ഇതവിടെ മനുഷ്യർ വരുന്നില്ലേ. ഈ അടുത്ത് ഞങ്ങൾ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബറായ ഒരു ഫുഡ് ബ്ലോഗറുണ്ട്, ഷാൻജിയോ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ വീഡിയോ ജസ്റ്റ് വന്നതാണ്. പുള്ളിയുടെ ട്രാവൽ ബ്ലോഗുണ്ട്. അതിനകത്തിപ്പോൾ ഇസ്താംബൂളൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം അതാണ്, എന്തുകൊണ്ട് നമുക്കങ്ങനെ ആവാൻ പറ്റണേ. അപ്പോൾ പുള്ളി അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്. പുള്ളി അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്. ആ കണ്ടെയ്നർ ലോറീനെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തൻ കിടന്ന് ഹോൺ അടിക്കണതാണ് ആ ബുള്ളറ്റ്. ഒരു കാര്യമില്ല, അല്പം ശ്രദ്ധിക്കുക. കണ്ടെയ്നർ ലോറിയാണ്, അവരൊതുക്കൂല, അവർക്ക് ചവിട്ടാൻ പറ്റില്ല, അവരുടെ വഴിക്ക് വിടുക. നമുക്ക് ക്യാപ്പ് ഉണ്ടെങ്കിൽ കയറുക, അത്രേ ഉള്ളൂ. അല്ല ഹോൺ അടിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാണ്. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, ബുദ്ധി ഉപയോഗിക്കാതെ പോകുന്ന കുറേ പേര്. അപ്പോൾ പുള്ളിയുടെ വ്ളോഗിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യം, അപ്പോൾ പുള്ളി അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എവിടെയോ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആണെന്നറിയില്ല, ഷോപ്പോ എന്തോ, അവിടെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവിടെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കണേ. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അതും പറയണമല്ലോ. അപ്പോൾ എല്ലാവർക്കും സാമ്പിൾ കൊടുത്തു, അവർ ചോക്ലേറ്റിൻ്റെ സാമ്പിൾ കൊടുത്തു. പക്ഷെ പുള്ളിക്ക് കൊടുത്തില്ല. പുള്ളി അതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു താറാമുട്ട, നാടൻ താറാമുട്ട കൊടുക്കുന്ന സ്ഥലമുണ്ട്, അതും കൂട്ടത്തിൽ പറഞ്ഞാണ്. കണ്ണൂർ റോഡിൽ ചാട്ട് സ്ഥലമുണ്ട്, നാടൻ താറാമുട്ട എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഒരുപാട് പേര് വാങ്ങണമുണ്ട്. നാടനായിരിക്കാം, അതുകൊണ്ടായിരിക്കും വാങ്ങണ ആൾക്കാർ. പുള്ളിയുടെ വരുമാനം. ഓക്കെ.
അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാരണം, അതായത് ആ പുള്ളി പറഞ്ഞൊരു കാരണം നമ്മളുടെ എന്താ പറയുക, നിറം ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നിറത്തിൻ്റെ പ്രശ്നമാണ് ഉള്ളത് കൊണ്ടാണ് ആ സാമ്പിൾ തരാതിരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അവർക്ക് മാത്രം കൊടുത്തില്ല, 3 പേരുണ്ടായിരുന്നു, അവർക്ക് മാത്രം കൊടുത്തില്ല, ബാക്കി എല്ലാവർക്കും കൊടുത്തു. അത് നിറത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഞങ്ങൾക്ക് അവന് തോന്നിയില്ല കേട്ടോ, നിറത്തിൻ്റെ പ്രശ്നമല്ല. നമ്മളെക്കുറിച്ച് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇതാണ്, ഈ വേസ്റ്റ് കൂനയിലും തുപ്പക്കോളാമ്പിയിലും ജീവിക്കുന്ന ആളുകളാണ് നമ്മളെന്നാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുക. അവർ കാണുന്നതാണ്, അതാ പ്രശ്നം. അത് യൂറോപ്പിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പോട്ടെ, യൂറോപ്പിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതാണ്. അത് നമ്മൾ ഈ തുപ്പക്കോളാമ്പിയിലും വേസ്റ്റിലും ജീവിക്കുന്ന, ഞാൻ കൂടുതലൊന്നും പറയാനില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ രാജ്യം അവനവൻ്റെ വീടാണെന്ന് ചിന്തിക്കുക. ആദ്യം തന്നെ ഈ ഭൂമി തന്നെ നമ്മുടെ വീടാണെന്ന് ആദ്യം മനസ്സിലാക്കാം. അത് സിസ്റ്റർമാർ പോകുന്നുണ്ട്, അത് സേഫായിട്ട് പോയാണ്. സൈഡിൽ കൂടി ഒതുങ്ങിയ അവർ സേഫായിട്ടാണ് പോയി. ഈ സമയത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കണ്ണാടാൻ പറ്റില്ലെങ്കിൽ പണിയാവും, തട്ടി വീഴും. അത് അവരെന്താ ക്ലിയർ ആവത്തെന്ന് അറിയില്ല. അങ്ങനെ നമുക്കൊക്കെ ഈ സൈക്കിൾ കൊണ്ട് സുഖമായിട്ട് പോകാമെന്നറിയില്ല, സേഫായിട്ട്. ഇനി അങ്ങോട്ട് ചാട്ടമിരിക്കും, ഒത്തിരി സ്ലോ ആയി പോകാം. നമ്മളൊരു കൈ കൊണ്ട് പിടിക്കണോണ്ടേ എപ്പോഴാണ് വീണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലാവണ്ടേ? ഇപ്പോൾ സകല സ്ഥലത്തും തുപ്പിയിട്ടേക്കുക, വേസ്റ്റ് കൊണ്ടുവന്നിടുക, ഇതാണ് നമ്മുടെ സംസ്കാരം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോഴല്ല കേട്ടോ, ആയിരക്കണക്കിന് വർഷം മുമ്പ്. എന്തിന് 10-50 വർഷം മുമ്പ് പോലും എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഇതുകൊണ്ടല്ല, നമ്മൾക്ക് വന്ന മാറ്റങ്ങളാണ്, മൊത്തത്തിൽ ജനങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ. അല്ല ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഭരണ സംവിധാനം മാറിയോണ്ടോ ഒന്നുമല്ല കേട്ടോ. അതാമാണ് ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നല്ല, ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. നമ്മളതാ പറയുന്നത്, വെറും മനുഷ്യർ. നമ്മൾ മനുഷ്യരല്ല, ഹ്യൂമൻ ബീയിങ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കോസ്മിക് ഡസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. നമ്മൾ കോസ്മിക് ഡസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ശരീരവും വെച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വക മണ്ടത്തരങ്ങൾ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പിഴല എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ അടുത്തേ കൂടിയാണ് പോണത്. അപ്പോൾ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും നിങ്ങൾ ഈ സൈഡിലോട്ടൊന്ന് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ഇതൊക്കെ ആ അറ്റം വരെ വേസ്റ്റാണ് കേട്ടോ. ഇനി അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്, 2 സൈഡിലും വേസ്റ്റാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഈ പുൽപ്രദേശം, ഈ മനോഹരമായ ഒരു എന്താ പറയുക, ഒന്നും ചെയ്യേണ്ടാതെ തന്നെ ദുബായിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇതുപോലെയൊക്കെ പുല്ല് വളർത്തി ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്, അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച്. നമുക്ക് അതിൻ്റെ ആവശ്യം പോലില്ല, വെറുതെ ഇട്ടാൽ പോലും വെറുതെ കിടന്ന് മുളയ്ക്കാവുന്ന മണ്ണുള്ള രാജ്യമാണ് നമ്മുടെ. എന്ത് സാധനം വെച്ചാലും പച്ചപ്പായിട്ട് നിൽക്കും, അങ്ങനത്തെ ഒരു രാജ്യമാണ് നമ്മുടെ, അല്ലേ? ആ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ സത്യത്തിൽ. ആരാണ് ഇതിൻ്റെ ഒരു 50% ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും നമ്മൾ അടച്ചൊന്നും പറയുന്നില്ല, ഒരു 50% എല്ലാ കാര്യത്തിലും പുറകോട്ട് നിൽക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞാൽ തുപ്പാൻ യാതൊരു മടിയില്ലാത്ത ഒരുപാട് മലയാളികളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. കാരണം പറഞ്ഞാൽ നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ തന്നെ ഇടം വല്ലം നോക്കാതെ തുപ്പുക.
എട്ടമ്മല്ല നോക്കാതെ. ഒരു ദിവസം മറ്റേ എറണാകുളത്തേക്ക് പോയിരുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ബസ്സിൻ്റെ സൈഡിൽ കൂടി പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സും ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ബ്ലോക്കാണ്. നമ്മൾ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ മഴ പെയ്യും, എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തുപ്പലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ആ താഴെ കൂടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ താഴെ കൂടി പോകുന്നുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ, ഒരു മര്യാദ ഇല്ലാതെ ചുമ്മാ പബ്ലിക് പ്ലേസിലേക്ക് തുപ്പാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളായിട്ട് മാറിക്കഴിഞ്ഞു. ചീപ്പാണതൊക്കെ, മാത്രമേ പറയുള്ളൂ കേട്ടോ. അതുപോലെ കുറച്ച് നാൾ മുമ്പ് ലുലുവിൻ്റെ അടുത്ത് വെച്ചു, അത് പുറത്തുനിന്നൊന്നും ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരാണ്, എന്തോ പണിക്ക് വന്നവന്മാരെണ്ണോ. അതിൽ ഒരുത്തൻ എന്തോ ഒരു വെള്ളിമൂങ്ങ പോലത്തെ ഒരു വണ്ടിയാണെന്നോ, അതിന് ഡോർ മാത്രമല്ല. അപ്പോൾ ആ സാധനത്തിനകത്ത് നമുക്ക് കുറച്ച് സീനറി കണ്ടിട്ടും പോവാം. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അവിടുത്തെ കാണാൻ പറ്റുമെന്നറിയില്ല, ഇവിടുത്തെ കാണാം. അപ്പം അതിലിരുന്നേച്ച് നമ്മൾ മുന്നോട്ട് മുന്നുണ്ട്, നോക്കണില്ല ഒരു തുപ്പ്. അപ്പോൾ ഈ രണ്ട് ടീമിനോടും ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ സോറി പറയണം. ഞാൻ ചോദിച്ചു, ഞാൻ തിരിച്ചു നോക്കിയിട്ട് സോറി പറഞ്ഞാൽ ശരിയാവും. ഇവിടെ വേസ്റ്റ് ഉണ്ടോ, വെക്കം നിറയെ വേസ്റ്റ് ഉണ്ടോ, വേസ്റ്റും കണ്ടോ കൂട്ടത്തിൽ. അതും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് തന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ ആരും കത്തിച്ചിട്ടുണ്ട്, വാ ചാടി. ഇവിടെ ആരോ ആ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കത്തിച്ചിട്ടുണ്ട്. എന്താ അവിടുത്തെ സ്ഥലം ഉടമയായിരിക്കാം, ഇതൊക്കെ പ്രൈവറ്റ് പ്ലേസാണ്. അല്ലാതെ നിവർത്തിയില്ല, ആളുകൾ കൊണ്ടുവന്നിടണേ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവണില്ല. ഇത് അവരുടെ വിചാരം അവരുടെ വീട് വൃത്തിയായി എന്നാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ, ഞാൻ തിരിച്ച് തുപ്പിയിട്ട് നിങ്ങൾ സോറി പറഞ്ഞാൽ ശരിയാവും. അപ്പം വേണ്ട, അയ്യോ 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 എന്ന് തുപ്പല്ലേ തുപ്പല്ലേ തുപ്പല്ലേ. തുപ്പാനും പോണില്ല, അത് പറഞ്ഞാണ്. അപ്പം അവന് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ അവൻ ചെയ്യുമ്പോൾ അവനൊരു കുഴപ്പമില്ല. അധികം പ്രായമൊന്നുമില്ല കേട്ടോ ഇവർക്ക് രണ്ടുപേർക്ക്. അധികം പ്രായമില്ല എന്നുള്ളതാണ്. ഒരു 30 വയസ്സിന് താഴെ, ഒരു 25 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എന്താണ് ഇവരൊക്കെ ഇത് ഗ്രാമപ്രദേശത്തുള്ള ആളുകളെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ അവർക്ക് അവിടെ പുറയിൽ നിന്ന് വണ്ടി വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം വണ്ടി തിരക്കൊന്നുമില്ലാത്ത സ്ഥലത്തു നിന്നായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും വണ്ടി പോയാൽ പോയി, അത്രേ ഉള്ളൂ. പക്ഷേ എറണാകുളം പോലുള്ള ഒരു നഗരത്തിൽ, അതായത് മുട്ടിന് വാഹനങ്ങൾ പോകുന്ന നഗരത്തിൽ അതേ സിസ്റ്റം തന്നെ അവർക്ക്. അത് പബ്ലിക് പ്ലേസിൽ അല്ല, ഇതുവരെ തന്നെയാണ് പബ്ലിക്. അങ്ങനെ സ്പീഡ് കുറയ്ക്കാനൊന്നും ഉദ്ദേശമൊന്നുമില്ല, വെച്ച് വരെയാണ്. ഇത് അവരുടെ റോഡാണെന്ന നാട്ടിൽ. അപ്പോൾ പബ്ലിക് പ്ലേസിൽ പോലെ തുപ്പുന്ന ആളുകൾ നമ്മളെന്താ പറയേണ്ടത്? അത് തന്നെ എന്ത് വിളിക്കണം നമ്മൾ. അതുപോലെ ഇതുപോലെ വേസ്റ്റ് ഇടുന്ന ആളുകൾ നമ്മൾ എന്ത് വിളിക്കണം? അതിനെന്തെങ്കിലും പേര് നമ്മൾ കണ്ടെത്തണം. മനസ്സിലായോ? ഇവർ ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയേണ്ടി വരും. തുപ്പണ ആൾക്കാരെ മാറ്റിയിട്ട് ഈ വേസ്റ്റ് ഇടുന്ന ആളുകളെ നമ്മൾ രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ടി വരും, ഇല്ലേ? അത് നമ്മുടെ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കണം അവർ. സ്വന്തം രാജ്യമാണെന്ന് പോലും ചിന്തയില്ലാത്തതുകൊണ്ടാണല്ലോ അവർ ഈ മാതിരി. അതിൽ സായിപ്പൊന്നും കൊണ്ടുവന്നിടണമെന്നല്ല ഈ വേസ്റ്റാണ്. ഈ കാണുന്ന ഇമാതിരി വേസ്റ്റുകൾ മുഴുവൻ ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്നിടുന്നതൊന്നുമല്ല, നമ്മൾ തന്നെ കൊണ്ടുവന്നിടുന്നതാണ്. അപ്പോൾ അവരെന്താ ഏത് ഗണത്തിൽപ്പെടുത്തും? അപ്പോൾ ഇങ്ങനെ നമ്മളീ പോകുന്നിടത്തൊക്കെ നമ്മൾ ഇത്തരം സാധനങ്ങൾ കണ്ട് നമുക്ക് മനം മടുക്കും. മനസ്സിലാവുണ്ടോ? വേസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന പോലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു KSRTC പോകുന്നുണ്ട് വഴി. അപ്പോൾ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടിപ്പോൾ ഇവിടെ ഈ റോഡ് കംപ്ലീറ്റ് ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവർ, സ്ട്രീറ്റ് ലൈറ്റ്. പക്ഷേ ഇതുവരെ ഓണാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഓണാക്കാത്ത? ആരെങ്കിലും വരണം ഉദ്ഘാടനം ചെയ്യാൻ. അതുവരെ ജനങ്ങൾ ഇട്ടത്ത് പോയാൽ മതിയോ? എത്ര നാളായി? ഒരു വർഷമാകാൻ പോകുന്നു ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അന്ന് ആഗസ്റ്റ് 15 കത്തിച്ച് വെച്ചിരുന്നു, പിന്നെ അത് ഓഫ് ചെയ്തു. ഇനി അത് ഓണാക്കാൻ നേരത്തെ പലതും കത്തില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ജനങ്ങളുടെ പണമല്ലേ. അതൊക്കെ അപ്പം തന്നെ ഓപ്പൺ ചെയ്യുക. പ്രത്യേകിച്ച് ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ ചെയ്യട്ടെ. ജനങ്ങളുടെ പണം ജനങ്ങളിലേക്ക് എത്തണം, അത് നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറുന്നുണ്ട്. അപ്പോൾ